ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന LDF-ന്റെ മധ്യമേഖലാ ജാഥയിൽ ആറന്മുള നിയോജക മണ്ഡലത്തിൽ പര്യടനം നടക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അതിന് മറുപടി പറഞ്ഞില്ല. ഈ ശ്രീധരൻ ഇത്തരം ഒരു നിർദ്ദേശവുമായി വന്നപ്പോ നമ്മളത് തള്ളുന്നില്ല. എന്താണ് ഇവർ തമ്മിലുള്ള ആലോചന നടന്നത് എന്ന് അറിയില്ല. പരിശോധിക്കാന്ന് പറഞ്ഞു. എന്ത് ചെയ്തു? ആ പദ്ധതി നിർദ്ദേശം കേന്ദ്ര റെയിൽവേ മന്ത്രിയെ അറിയിക്കുകയാണ്. ആ ഘട്ടത്തില് എനിക്ക് ഡൽഹിയിൽ പോകാൻ ഇവിടുത്തെ ചില തിരക്ക് പിടിച്ച പരിപാടികൾ കാരണം പ്രയാസമുണ്ടായിരുന്നു. ആ പദ്ധതി കേരളത്തിന്റെ പ്രതിനിധിയായി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ശ്രീ KV തോമസിന്റെ കയ്യിലേക്ക് എത്തിച്ചു. റെയിൽവേ മന്ത്രിയെ വിളിച്ച് ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ഈ ശ്രീധരന്റെ ഒരു പരിപാടിയുമായി വന്നിട്ടുണ്ട്. ആ പദ്ധതി നിങ്ങൾ അംഗീകരിക്കുമെന്നാണ് ശ്രീധരൻ പറയുന്നത്. ആ പദ്ധതി എനിക്കിപ്പോ വന്ന് നിങ്ങളെ ഏൽപ്പിക്കാൻ കഴിയില്ല. KV തോമസിനെ ഞാൻ അയക്കാം. അദ്ദേഹം നിങ്ങളെ വന്ന് കണ്ട് ആ പദ്ധതി രൂപരേഖ തരും. നിങ്ങൾക്ക് യോജിക്കുകയാണെങ്കിൽ അത് അറിയിക്കണം. നിങ്ങൾ യോജിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ നിർദ്ദേശമായിട്ട് അത് സമർപ്പിക്കാം. വെറുതെ സമർപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇത്രയും അദ്ദേഹത്തോട് സംസാരിച്ചു. KV തോമസ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി ഈ പറഞ്ഞതുപോലെ ആ പദ്ധതി രൂപരേഖ ഏൽപ്പിച്ചു. കുറെ നാള് പിന്നിട്ടു, ഒരു പ്രതികരണവുമില്ല. അപ്പോഴേക്കും എനിക്കവിടെ പോകാൻ പറ്റുന്ന അവസ്ഥയായി. ഞാൻ നേരിട്ട് പോയി റെയിൽവേ മന്ത്രിയെ കണ്ടു. ഏൽപ്പിച്ച KV തോമസിനെയും കൂടെ കൂട്ടി. അപ്പോ റെയിൽവേ മന്ത്രി പുതുതായിട്ട് കേൾക്കുന്നത് വരെ കേൾക്കുകയാണ്. ഒരു ധാരണ അദ്ദേഹത്തിനില്ല. അപ്പോ ആ പദ്ധതി അവരുടെ മനസ്സിലില്ല എന്ന് മനസ്സിലായി. ഞങ്ങൾ പിരിയുമ്പോ പറഞ്ഞ ആ പദ്ധതിയുടെ രൂപരേഖ ഒന്നുകൂടി നിങ്ങളുടെ കയ്യിൽ എത്തിക്കാം, വിശദമായി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകും. അഭിപ്രായം പറഞ്ഞില്ല. ഇപ്പോ ബഹുമാനായ ഈ ശ്രീധരൻ പറയാണ്, അദ്ദേഹത്തിന് അംഗീകാരം കിട്ടിയിരിക്കുന്നു ഇവിടെ അതിവേഗ റെയിൽ ആരംഭിക്കാൻ. അതിൻ്റെതായ ഒരു ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന LDF-ന്റെ മധ്യമേഖലാ ജാഥയിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.